എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് നമ്മുടെ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ. നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് ഇന്ന് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഓണം. ഇന്നത്തെ ഡേറ്റ് സെപ്റ്റംബർ 6th 2025. ഇന്നാണ് നമ്മുടെ ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് ഇവിടെ സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സൗകര്യം നോക്കി നമ്മൾ ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്തതാണ്. പിന്നെ ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ദിസ് ഓണം ഈസ് ഗോയിങ് ടു ബി സോ സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് us. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടിയും നടത്താറുള്ളത് ഹാമിൽട്ടണിലുള്ള അമലേട്ടൻ ആൻഡ് ബോണലേട്ടന്റെ വീട്ടിലാണ്. കുറച്ച് പരിപാടികളൊക്കെ ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അകത്തെ കാഴ്ചകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ജനക്കൂട്ടത്തെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു അസോസിയേഷന്റെ പരിപാടിയാണെന്നൊന്നും. ഇത് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ക്ലോസ് ഫ്രണ്ട്സ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആണ്. നമ്മുടെ ഫാമിലി ആക്ച്വലി ഇത്രയും ബിഗ് ആണ്. ഒരു വശത്ത് എല്ലാവരും വിശേഷം കാര്യങ്ങളും ഒക്കെ പറയുന്നു, മറ്റൊരു സൈഡിൽ നമ്മൾ ഗേൾസിന്റെ ഒരുക്കം തീരെയേ ഇല്ലല്ലോ. ക്യാമറമാനായ ബേസിലേട്ടൻ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിക്കോസ് കണ്ടില്ല എത്ര ആത്മാർത്ഥതയോടെയാണ് പണിയെടുത്തിട്ടുള്ളതെന്ന്. വാഷ്റൂമിൽ വരെ ക്യാമറയും കൊണ്ട് എത്തിച്ചെന്ന് ഫുട്ടേജസ് കവർ ചെയ്തിട്ടുണ്ട്. നീലക്കുയിലൊന്ന് ട്രൈ ചെയ്തൂടെ? നല്ല ഭാവി ഞാൻ കാണുന്നു. അപ്പൊ ബാക്കി കലപരിപാടികളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മറ്റൊരു സൈഡിൽ ഡാൻസ് പ്രാക്ടീസും കാണാം. ഈ ഒരു കല ഞങ്ങൾ ഉടനെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഈ ഒരു ഓണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതാ നമ്മുടെ 2 ബേബീസ് ഉണ്ട് ഈ ഒരു ഓണത്തിന്. നമ്മുടെ മാർക്കും ഇവയും ഞങ്ങൾ സ്നേഹത്തോടെ പോപ്പിന്നും ഡെയ്സിന്നും വിളിക്കും. പോപ്പിന്ന് ആക്ച്വലി സ്വന്തം അച്ഛനും അമ്മ ഇട്ട പേരാണ്. പക്ഷെ പാവം ഡെയ്സിക്ക് ഡെയ്സിയുടെ പേര് ഞങ്ങൾ ഇട്ട പേരാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് പോലും അറിയില്ല. നമ്മുടെ മാർക്കും ഇവയും തമ്മിൽ കണ്ടുമുട്ടിയ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇത്. ബ്യൂട്ടിഫുൾ മൊമെന്റ് ദാറ്റ് we all will cherish forever. ഇവര് തമ്മിൽ ഒരു ഡേയുടെ വ്യത്യാസമേ ഉള്ളൂ. മാർക്ക് ഒരു ഡേ മൂത്തതാണ്. ഇവ മാർക്ക് ജനിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവ ജനിച്ചത്. നമ്മുടെ കൂടെ ഇങ്ങനെ ആടിപ്പാടി ചില്ല് നടന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയ്യിൽ 2 ട്രോഫി ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഒരു ചേഞ്ച് ആയിരുന്നു ആക്ച്വലി ഞാൻ കുറച്ചും കൂടി എൻജോയ് ചെയ്തത്, കാണാനായിട്ട് എൻജോയ് ചെയ്തത്. ബിക്കോസ് അവരുടെ ആ ഒരു ട്രാൻസിഷൻ, ന്യൂ പേരൻസ് എന്നുള്ള ആ ഒരു റോളിലേക്കുള്ള ഒരു ട്രാൻസിഷനും അവരെന്ത് ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, പിള്ളേരെ എന്ത് കാര്യമായിട്ടാണ് അവർ നോക്കുന്നത് എന്നൊക്കെ കാണാൻ, അതൊക്കെ ഇങ്ങനെ മാറി നിന്ന് വാച്ച് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. ഓൾസോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ബിക്കോസ് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ആൻഡ് ഡെലിവറി അവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് വി ആർ റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. അത് 3 വയസ്സുകാരന്റെ ജുബ മമ്മി വേണ്ടി ചെറുതാക്കിയതാണ്. ആളെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫാമിലിയിലെ ഫസ്റ്റ് ബേബീസും ആണ് കേട്ടോ അവർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊച്ചുങ്ങളെ താലോലിക്കാനും കൊഞ്ചിക്കാനും ഇങ്ങനെ എടുത്തോണ്ട് നടന്നു ഒക്കെ. ഭയങ്കര കെയറിങ് ആയിരുന്നു എല്ലാവരും. എല്ലാവരുടെയും ഈ ഒരു കൊഞ്ചിക്കൽ ഫേസ് കാണാനും നല്ല രസമുണ്ടായിരുന്നു. സോ ഡിയർ മാർക്ക് ആൻഡ് ഇവ, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ ലൈഫ് ആൻഡ് വി ആർ സോ ഹാപ്പി ടു ഹാവ് ബോത്ത് ഓഫ് യു. മറ്റൊരു ഡിസ്ക്ലൈമർ എന്താ വെച്ചാൽ നിങ്ങളാണല്ലോ നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബേബീസ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പരീക്ഷണം നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റവും വലിയ മനുഷ്യരാണ് ഇതും അതും.
നമ്മുടെ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് നമ്മൾ രാവിലെ തന്നെ എത്തി എല്ലാ പരിപാടികളും തീർക്കുന്നു എന്നായിരുന്നു. ബട്ട് പ്ലാനിങ് ആസ് യൂഷ്വൽ പാളി. ആരും ടൈമിൽ വന്നിട്ടില്ല. ഇപ്പൊ നല്ല സമയം, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഫസ്റ്റ് തിങ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. സോ നമ്മൾ സദ്യക്കുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് ഈ ഡിഷസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാവരും ഓരോരുത്തരും ഓരോ ഡിഷ് ഫാമിലി ഓരോ അപ്പന വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരിക ചെയ്തത്. നമ്മൾ ഈ ഫുഡിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അപ്പോൾ ഓരോരുത്തർ ഓരോ ഡിഷും കാര്യങ്ങളും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡിഷും കാര്യങ്ങളും അവർ സെലക്ട് ചെയ്യും, അത് ഉണ്ടാക്കിക്കൊണ്ടുവരും. ഇത് തന്നെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തുടർന്ന് പോകുന്നതും. ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയധികം മക്കളോടൊപ്പം ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാനായിട്ടൊരു അവസരം ലഭിച്ചതിന് ദൈവത്തോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ബാക്ക് യാർഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയാണ് ഇനി നമ്മുടെ കലാപരിപാടികൾ അരങ്ങേറാൻ പോകുന്നത്. ഗൈസ് സ്റ്റേ ട്യൂൺഡ്. കണ്ണിന് കുളിർമയേകുന്ന കുറെ മാസ്മരിക നൃത്യങ്ങളും അതേപോലെ തന്നെ കുറെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. 2 ഡാഡീസും ബേബി സിറ്റിംഗിൽ സജീവമാണ്. ബിക്കോസ് അമ്മമാർ 2 പേര് നമ്മുടെ കൂടെ ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഓണപ്പരിപാടി ഒരു ആർപ്പു ഹീറോ വിളിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡാൻസ് തുടങ്ങുമ്പോ എന്നെ സൂം ചെയ്യണ്ട, അവരെ സൂം ചെയ്താൽ മതി. ഡിനീനെ അലീനയും ഞാൻ പറയാം. ആരാ? മറ്റേ അലീനയും മാറൂനെയും. ഓക്കെ, കുമ്മി അടിക്കുന്ന പോർഷൻ എത്തിയപ്പോഴത്തേനും തിരുവാതിരയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ ഈവൻ നമ്പർ അല്ലായിരുന്നു, ഓഡ് നമ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും പേരൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് എങ്ങനെയൊക്കെ ഒപ്പിച്ചു. തിരുവാതിരയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തതായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന കലാപരിപാടിയാണ് ഗ്രൂപ്പ് ഡാൻസ്. പ്ലീസ് എൻജോയ്. സമയത്തിന്റെ പരിമിതി മൂലം ഞങ്ങൾക്ക് അധികം ഞങ്ങളുടെ കഴിവ് അങ്ങോട്ട് വെളിയിലെടുക്കാൻ പറ്റിയില്ല. ഓൾസോ ഞാൻ ഫുൾ വീഡിയോ കാണിക്കാത്തത് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് നെക്സ്റ്റ് ഞങ്ങളുടെ ഗെയിംസിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പരിപാടി വന്നിട്ട് വടംവലിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ ടീംസും കാര്യങ്ങളും ഒക്കെ സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കുക. മാത്രമേ പറഞ്ഞോളൂ, വലിക്കരുത്.
നെക്സ്റ്റ് നമ്മുടെ ഗെയിം വന്നിട്ട് കാലിൽ ബലൂൺ കെട്ടും, എന്നിട്ട് ഒരു വട്ടത്തിൽ നിർത്തും. അതിനകത്ത് നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കണം. എന്നിട്ട് ആരുടെ ബലൂൺ ആണോ പൊട്ടാത്തത് അയാളായിരിക്കും ഗെയിമിലെ വിന്നർ. ഈ ഒരു സമയം ആയപ്പോഴത്തേനും തന്നെ നമ്മുടെ സൂര്യനൊക്കെ ഏകദേശം വീട്ടിൽ പോയി. പിന്നെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങി. അപ്പം നമ്മളവിടെ ഫയറൊക്കെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ചൂടൊക്കെ കൊണ്ട് ബാക്കി ഗെയിംസ് കളിക്കാമെന്ന് വെച്ചു. ഈ ഒരു ഗെയിം വന്നിട്ട് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ കളിച്ചത്, ഗേൾസ് വേഴ്സസ് ബോയ്സ്. അപ്പം ഗേൾസിന്റെ അത് വാശിയേറിയ പോരാട്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഔട്ടായവരൊക്കെ മാറി നിൽക്കും. അപ്പം ഔട്ടായതിന്റെ കണക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ആ ഒരു വലിയ ഒരു കയറ് കണ്ടോ, അതാണ് നമ്മൾ വട്ടമായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പം ആ വട്ടത്തിന്റെ അളവും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഗേൾസിൽ ഞങ്ങളുടെ അനുമോൾക്കാണ് കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. ഇനിയിപ്പോ നമുക്ക് ഇതേ ഗെയിം ബോയ്സിന്റെ വേർഷൻ കാണാം. ഇനിയിപ്പോ ഒരു ബോയ്സിന്റെ അതിവാശിയേറിയ പോരാട്ടത്തിൽ ഫൈനലി ആ സൈഡും ജയിച്ചു. ഒന്നും പറയാനില്ല, നല്ല കട്ടയ്ക്കുള്ള ഗെയിം ആയിരുന്നു. ഇനിയിപ്പോ നല്ല ഇരുട്ടായിട്ടുണ്ട്. സോ നമ്മൾ വീടിനകത്തേക്ക് ബാക്കിയുള്ള ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഷിഫ്റ്റ് ചെയ്തു. ഈ ഒരു ഗെയിം വന്നിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് തലയിൽ വെക്കും, എന്നിട്ട് അത് താഴെ പോവാണ്ട് നമ്മൾ വായിലേക്ക് എത്തിക്കണം. അങ്ങനെയുള്ളവർ ജയിക്കും. അതും നമ്മൾ അഗെയിൻ ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താ കളിച്ചത്. ദിസ് ഗെയിം വാസ് ഓൾസോ സോ മച്ച് ഫൺ. എല്ലാരും പോയി ഇതാണ് നമ്മൾ പിന്നീട് കളിച്ച ഗെയിം. ഇത് ഈ കപ്സിന്റെ ഒക്കെ മേലിലായിട്ട് ഒരു ബോൾ വെക്കും, എന്നിട്ട് ആ ബോൾ താഴെ പോവാണ്ട് ഈ അടുക്കി വെച്ചേക്കുന്ന കപ്സ് എല്ലാം ഒരു സിംഗിൾ കപ്പാക്കി മാറ്റണം. നെക്സ്റ്റ് നമ്മൾ കളിച്ച ഗെയിം വാസ് ഓൾസോ ദ ബെസ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ കൊടുക്കും. ആ ലെറ്റർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാപ്പിഡ് ഫയർ പോലെ ഇങ്ങനെ പെട്ടേന്ന് ചോദിക്കും. അതിന് ആ ഒരു ലെറ്റർ വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു കോല് വെച്ചിട്ട് അടിക്കും. ഇതും നല്ല രസമായിരുന്നു. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. എന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കും. പാറകുട്ടിക്കൽ പാലും പഴവും പാലിസോ പാലിസൈഡ് പാലിസൈഡ് അതിലെ പറഞ്ഞ പൾസർ ഒരു സിനിമ പേര് ഫാൻറ്റം.
ശ്യാമ ശശിയുടെ ശശി ശശികല സാധനം എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. സാധനം ഷഡ്ഡി അതൊക്കെ തിരുവനന്തപുരം ഷായ അവന്റെ വെള്ളിയിലൊരു ഷായ ശശി തരൂരിന് ഷാ വച്ചോ ഷാം ഷക്കീല ഷാമിച്ച ഫുഡോ ഷെയ്ക്ക് ഇവനെ ശിരസ ഷാലോ ഓർമ്മ ഈശ വെച്ച ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. ഇഷ്ടംപോലെ സാധനമുണ്ട് ഫുഡ് സിനിമ കാവച്ച് പെണ്ണിന്റെ പേര് പക്ഷി കാവച്ചൊരു ഡ്രസ് ട്രൈ ചെയ്തിട്ടുണ്ട് കാവച്ച് കാറ് ഇവിടെ ട്രെയിനാണ് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. കാവച്ചൊരു ലേഡിയുടെ പേര് കാവച്ച് സ്ഥലപ്പേര് കുറുക്കൻമൂല സ്ഥലപ്പേരില്ല സിനിമയിലുണ്ടോ കാവച്ച് കാനഡയിലെ സ്ഥലപ്പേര് അതൊക്കെ മദ്യത്തിന്റെ പേരോ കനേഡിയൻ വിസ്കി ക്ലബ് ഐസ്ക്രീം ഉണ്ട്. അപ്പൊ ഇതോടെ തന്നെ നമ്മൾ ഗെയിംസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്തു. ഇനിയിപ്പോ നമ്മൾ ചുമ്മാ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്ഥിരം കലാപരിപാടിയാണ്. അങ്ങനെ ഇന്ന ഒരു ഒക്കേഷൻ ഒന്നുമില്ല. എല്ലാ പരിപാടിക്കും നമ്മൾ ചുമ്മാ ഇങ്ങനെ ഡാൻസ് പാട്ടിടും, ഡാൻസ് കളിക്കും. അപ്പൊ ഈ ഡാൻസ് പെർഫോമൻസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ നമ്മുടെ ഓണം പരിപാടി ഏകദേശം വൈൻഡ് അപ്പ് ചെയ്തു. പിന്നെ ബാക്കി ഇരുന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ച് എല്ലാവരും അപ്പന വീടുകളിൽ പോയി. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വ്ലോഗ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. Thank you so much for watching. Do like, share and subscribe to my YouTube channel. See you all. Thank you.